ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മലായ് റോൾ. അപ്പോൾ മലായ് റോളിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല നല്ല നെയ്യ്, ഒരു ഒരു ടേബിൾ സ്പൂൺ, പിന്നെ പഞ്ചസാര ആവശ്യാനുസരമാണ്. പക്ഷെങ്കിൽ നമ്മളിപ്പം ഫോർ എ സ്റ്റാർട്ടർ എടുത്തത് എത്രയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാടമ്പം കാണാം. പിന്നെ ഒരു 2-3 മതി കാടമ്പം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാൽ ഒരു 600 ml, പിന്നെ ഒരു 3-4 ബ്രെഡും വേണ്ട വരും. പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂൺ അങ്ങനെ വേണ്ട വരും. പിന്നെ പാൽപ്പൊടി ഒരു 5 ടേബിൾ സ്പൂൺ, 5 അല്ല, ഏകദേശം അതൊരു 600, അരക്കപ്പ്, 3/4 കപ്പ് ഉണ്ടാവുമായിരിക്കും അല്ലേ, 3/4 കപ്പ് ഉണ്ടാവും. പിന്നെ ഇതിലെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു 1-2 പിഞ്ച് സാഫ്രണും. ഫസ്റ്റ് നമുക്ക് പാനിങ്ങനെ ഒന്ന് ചൂടാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലിങ്ങനെ നമ്മൾ ഒഴിച്ച്. ഓക്കെ, ഇപ്പോൾ പാല് കുറച്ച് ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ തീ ഒന്ന് സിമ്മിലേക്ക് കുറച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മുടെ നേരത്തെ കണ്ട സാഫ്രണിലേക്ക് മാറ്റാം. ആ ചൂടോടെ തന്നെ സാഫ്രണിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി സാഫ്രൺ ആണെങ്കിൽ അതിൻ്റെ കളർ അന്നേരം തന്നെ ഒരു മാറി വരും. നമ്മൾ ഗീ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി പാലിനെയും ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ. എന്നിട്ട് അതിലേക്ക് ഇനി നേരത്തെ നമ്മൾ കണ്ട പാൽപ്പൊടി ചേർത്ത് കൊടുത്ത്, ഒരു 3/4 കപ്പ് ഉണ്ടായിരുന്നു പാൽപ്പൊടി, അതും ചേർത്തിട്ട് പാലും ചെറുങ്ങനെ കുറുകുന്നുണ്ട്. അന്നേരം ആ എല്ലാം കൂടി നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാൽപ്പൊടി ഇടാണ്ട് നോക്കരുത്. പാൽപ്പൊടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം അത് എന്തായാലും ആഡ് ചെയ്യണം. ഇതിപ്പോൾ കണ്ട നല്ലൊരു കട്ടിയുള്ള ഒരു ഡോ പോലെ ആയിക്കഴിഞ്ഞ്. അപ്പം ഇനി ഇതിലേക്കാണ് നമ്മൾ ഇനി പഞ്ചസാര ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നമ്മളെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടായ സാഫ്രൺ മിൽക്കില്ല, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ് ഏകദേശം ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മലായ് പേട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മലായ് ക്രീമിൻ്റെ പണിയിലേക്ക് സെയിം പാത്രത്തിലേക്ക് ഇനി ബാക്കിയുള്ള മിൽക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പാലൊന്ന് നല്ലോണം തിളച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കാം നമുക്കതിൽ. അപ്പം ഇതിലേക്ക് ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ 4 ടേബിൾ സ്പൂണാണ് നമ്മൾ ഒഴിക്കേണ്ടത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വന്നേരം നമ്മൾ ബാക്കിയുള്ള സാഫ്രൺ മൊത്തം അതിലേക്കാണ് ഒഴിച്ചത്. സാഫ്രൺ മിൽക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മലായ് ക്രീമിനെയും ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ സിമ്മിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മലായ് ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കളറും കൺസിസ്റ്റൻസിയും തിക്നെസ് എല്ലാം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാടമം ഉണ്ടല്ലോ, കാടമത്തിൻ്റെ അതിൻ്റെ തൊലി പോക്കിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഈ ഉള്ളിലത്തെ കണ്ടന്റ് മാത്രം 3 എണ്ണമാണ് കേട്ടോ. 3 എണ്ണം നമ്മൾ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് പ്യുവർലി ഓപ്ഷണലാണ്. അതേ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മലായി പേട ഉണ്ടല്ലോ, അതിന് നമ്മളിങ്ങനെ ചെറുങ്ങനെ ഒരു റോൾ ആക്കിയിട്ട് വെക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കലാണ്. ഇതേപോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഒരു ചിക്കൻ റോളിൻ്റെ എല്ലാം ഒരു ഷേപ്പില്ലേ, അതിൻ്റെ ഒരു മിനി വേർഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് കൊണ്ട്. ഇനി നമ്മൾ ബ്രെഡ് എടുക്കുക ഇങ്ങനെ, എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ബ്രൗൺ കളറെല്ലാം മൊത്തം ഇങ്ങനെ മുറിച്ച് മാറ്റാം. ജസ്റ്റ് അതിൻ്റെ നടുഭാഗം മാത്രം മതി, നടുത്ത വൈറ്റ് പോർഷൻ മാത്രം. ഒരു 5-6 ബ്രെഡ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ആ ബ്രെഡിനെ നല്ലോണം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം പ്രഷറിൽ നമ്മളിങ്ങനെ ഒന്ന് തിന്നാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് നേരത്തെ മലായ് പേടയില്ലേ, അതിനിങ്ങനെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് നല്ലോണം അതിൻ്റെ ചുറ്റും എല്ലാ ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നേരത്തെ
ആ ഒരു ക്രീം ഉണ്ടല്ലോ, ക്രീമിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ആക്കിയിട്ട് അതിനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പറ്റിച്ചു കൊടുക്കുക. ഇനി മലായി ക്രീം നമ്മളിതാ ഇപ്പോൾ റോൾ ചെയ്ത് വെച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഇനി ഇതിൽ ഇതുപോലെ തന്നെ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 1.5-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള മലായി റോൾ റെഡിയാണ്. അപ്പം കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാം. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.